തൊടാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, തൊടരുത്, തൊടരുത്, തലയിൽ തൊടാൻ പറ്റില്ല. തൊടരുത്, ചാടലില്ല, ചാടാൻ പാടില്ല, ചാടാൻ പറ്റില്ല. നിന്ന് തൊടണം, നിന്ന് തൊടണം, നിന്ന് തൊടണം, നിന്ന് തൊടണം. പറ്റില്ല, പറ്റില്ല, അതന്നെ ചാടി തൊടരുത്, ചാടി തൊടലില്ല, അല്ലാതെ തൊടണം. അങ്ങനെ പറ്റില്ല. ഇത് കളക്കളി, നൂഹ് കളക്കളിയാണ്, അത് പറ്റില്ല. പിന്നെ ഈ ചാടാനാണല്ലേ വരുന്നേ. ആ എന്താണ് ഇന്നലെ വന്നല്ലേ? ആ ഇന്നലെ വന്നു. എന്തൊക്കെ വിശേഷം? എന്താ നല്ലത്. ആരെയും കാണാനും പരിചയപ്പെടാനൊന്നും ഇറങ്ങിയിട്ടില്ല. ആ ശരി, ഇവിടെ വില്ലേജ് ഓഫീസിലാണല്ലേ? ആ ഇനിയിപ്പോ കുറച്ചു കാലം ഇവിടെ ഉണ്ടാവും. ആരൊക്കെ പിന്നെ ആരൊക്കെ ഉള്ളത്? ഉമ്മുണ്ട്, വൈഫുണ്ട്. ഇത് എന്റെ മക്കളാണ്. രണ്ടാളാ? കുട്ടികളില്ലേ? കുട്ടികള് ആയിട്ടില്ല ഇതുവരെ. അതെ, ശരി ശരി. ഇത് വാടക എങ്ങനെയാ ഇപ്പൊ? എത്ര? വാടകയൊക്കെ വലിയ സംഖ്യ തന്നെയാണ്. ഇവിടെ അടുത്ത് തന്നെ കിട്ടണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയല്ല. ഉമ്മാനെയും വൈഫിനെ ഒന്നും കണ്ടില്ല. നീ സാവകാശം എല്ലാരും കാണാം. ഒക്കെ ഇപ്പൊ എല്ലാവരും വീട് തന്നെ. നിങ്ങൾ എന്താ വർക്ക് ചെയ്യണത്? ഞാനിവിടെ അടുത്തൊരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്, പ്രൈവറ്റ് ആയിട്ടുള്ളത്. ശരി. പേര്? എന്റെ പേര് ഫാസില്. ഫാസില്. ഏതായാലും കാണാനും പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞല്ലേ? ആയിക്കോട്ടെ, ശരി. വിളിക്കും. അപ്പൊ എന്തായാലും കാണുന്ന. അവിടെ ആളെനെ പരിചയപ്പെടുകയായിരുന്നേ. എന്താടോ, എന്താ സംഭവിച്ചത്? അത് അയാളില്ലേ? ആര്? വില്ലേജ് ഓഫീസർ. ഇപ്പോ പുതിയ താമസക്കാരാ? അത് പഴയ യൂസഫ് കെയാണ്. അത് ആദ്യ കല്യാണം കഴിച്ച ആളോ? ഓഹോ, അതാണ് ഈ വില്ലേജ് ഓഫീസർ. അതിനപ്പോ ഈ വിഷമിക്കുന്നത്? പെട്ടെന്ന് അയാളെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ടെൻഷൻ. ടെൻഷൻ എന്തിനാ? അയാളെ കണ്ടതിന്റെ ടെൻഷനാ? അതോ ഞാൻ അയാളെ ഇട്ട് സംസാരിച്ചതാ? എനിക്ക് മനസ്സിലായി, എൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലായി. പഴയ ഭർത്താവ് ഡൈവേഴ്സായ ആള് ഇവിടെ അടുത്ത് വന്നിട്ട് താമസം തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ അല്ലേ? അതന്നെ, അയാളുടെ മുഖത്തും പെട്ടെന്നൊരു മാറ്റം ഉണ്ടായി എന്നെ കണ്ടപ്പോൾ. ഞാനത് ശ്രദ്ധിച്ച്. അതിനിപ്പോൾ എന്തപ്പോൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ സ്വാഭാവികല്ലേ. അയാള് നിനക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി പോയതല്ലേ. അപ്പോൾ അവരവിടെ ഉമ്മയും വൈഫും ഒക്കെ ആയിട്ടാണ്, അയാൾക്ക് കുട്ടികളും ഇല്ല. അപ്പോൾ മനസ്സിലായില്ലേ ആരുടെ ആയിരുന്നു പ്രശ്നം എന്നുള്ളത്? ഒരു സമയത്ത് തന്നെ കൈയൊഴിഞ്ഞ ആളല്ലേ. നിനക്ക് 2 കുട്ടികളായില്ലേ, അടിപൊളിയായിട്ട്. അയാൾ കാണട്ടെ അവിടെ നിന്നിട്ട് നീ എത്രത്തോളം സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളത് ആൾ അവിടെ നിന്ന് കാണട്ടെ. ആളെ ഉമ്മയുണ്ടൊപ്പം, എൻ്റെ പഴയ അമ്മായിയമ്മ, അവർ കാണട്ടെ. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. മുൻപ് ഡൈവോഴ്സ് ചെയ്ത ഭർത്താവിനെ ചിലപ്പോൾ വഴിയിൽ വെച്ച് കാണും, ചിലപ്പോൾ യാദൃച്ഛികമായിട്ട് ഒരു ആൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ വന്നിട്ട് താമസിക്കേണ്ടി വരും, അവിടെ പുതിയ ഫ്ലാറ്റ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ താമസം ആരംഭിക്കും. ഇങ്ങനെയൊക്കെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവണമല്ലേ. അതിനെ നമ്മൾ ആ സില്ലിയായിട്ട് ആ ഒരു ഇതിൽ എടുക്കുക. അല്ലാതെ ഇപ്പോൾ ഒരാൾ ഡൈവോഴ്സ് ചെയ്തതാണ്, രണ്ടാമത് കല്യാണം കഴിച്ചാണ് എന്ന് കരുതി നമുക്ക് ഈ രാജ്യം വിട്ടു പോകാൻ പറ്റും? അതൊന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ ഇവിടെ ജോലിയുടെ ആവശ്യം കാരണം വാടകയ്ക്ക് വന്ന ആൾക്കാരല്ലേ, നമ്മളെ നാടൊന്നും അല്ലല്ലോ അത്. വേണമെങ്കിൽ പിന്നെയും പോകാമല്ലോ, അങ്ങനെ ഒളിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സ്പിരിറ്റിൽ അങ്ങനെയൊന്നുമില്ല. അയാളെ പെട്ടെന്ന് കണ്ടപ്പോൾ നെവർ മൈൻഡ്, അതിലൊന്നും ഒരു കാര്യമില്ല. ഈ അയാളായിട്ട് മിണ്ടാനൊന്നും പോകണ്ട, ഉമ്മാൻ്റെ ആയിട്ട് മിണ്ടാനും പോകണ്ട, ആ വീട്ടിലേക്കും പോകണ്ട. അവരിനി നിന്നോട് സംസാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും 1-2 വാക്ക് പറയാം. നമ്മൾ തെറ്റും പിണക്കൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അവരുടെ വീട് അവിടെയല്ലേ, വലിയ ഗേറ്റും
മതിലൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് കാണുമൊന്നുമില്ല. അയാൾ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കുട്ടികളുടെ ശബ്ദം കേട്ടപ്പോൾ നോക്കിയതാ. പിന്നെ കുട്ടികളില്ലാത്ത ഒരാളല്ലേ, ആയിക്കോട്ടെ, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവട്ടെ, ഇങ്ങനെയുണ്ട് ജീവിതം എന്നുള്ളത്. അത് നമ്മളും മനസ്സിലാക്കുക, ഇങ്ങനെയുണ്ട് ജീവിതം എന്നുള്ളത് ഈയും പഠിക്കണം. അതൊക്കെ നീറ്റ് അവിടുന്ന്. ഇതിനൊക്കെ ഇത്ര സിമ്പിളായിട്ട്, ഞാൻ ഭർത്താവായിട്ടുള്ള എനിക്ക് പ്രശ്നമില്ല, പിന്നെ എന്താ കുഴപ്പം? നീറ്റ് ഇനിയിപ്പോൾ ഞാൻ കണ്ട എന്ത് തോന്നും എന്നുള്ളതൊക്കെ അല്ലേ വിചാരം. ഒരു വിചാരവും വേണ്ട, അങ്ങനൊന്നും ഒരു സംഭവമില്ല. നീറ്റ് കൊടുത്തിട്ടോ.